ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇനിയിപ്പോ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഭാവന. നമുക്ക് ഈ വിവരം വീട്ടിൽ പറയാം. അത് വേണ്ട സൂര്യ. അമ്മയുടെ സഹോദരന്റെ മകനാണ് ജയേഷ് എന്ന് നമുക്കിപ്പോ പറയണ്ട. പിന്നെ ആദ്യം ഭാനുവിനൊരു നല്ല ആലോചന വന്നിട്ടുണ്ടെന്ന് അമ്മയോട് പറയാം. അമ്മ സമ്മതം മൂളിക്കഴിഞ്ഞ ഒന്നുകൂടി നമ്മൾ ജയേഷിന്റെ വീട്ടിലേക്ക് പോവും, കല്യാണക്കാരി സംസാരിക്കാനായിട്ട്. അങ്കിളിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അമ്മയോട് പറയാം. ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സൂര്യ, അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അല്ല പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനു മുമ്പ് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തണം. അതാ ഞാൻ പറഞ്ഞത്, ആന്റിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാന്ന്. അത് ഇപ്പോഴല്ല സൂര്യ, വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെ നീങ്ങിയാലേ ഈ ബന്ധത്തിന് അമ്മ സമ്മതിക്കൂ. ഒന്നാമതേ അമ്മ ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. ഇന്നലെ ഭാനുവിന് ഫുഡ് പോയ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞതൊന്നും അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഭാനുവിനാണെങ്കിൽ ചെറിയൊരു പ്രശ്നം മതി ടെൻഷൻ കയറാൻ. അവളുടെ മൗനം തന്നെ അവൾക്ക് പാരയാവാതിരുന്നാ മതി. പിന്നെന്താ താൻ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ സൂര്യ. ഒരു പെണ്ണിന്റെ പവിത്രത എന്ന് പറയുന്നത് അവളുടെ ശരീരം. ആ ശരീരത്തിന് കളങ്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായത് ജയേഷ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ കല്യാണം നമുക്ക് നടത്തണം. ഇല്ലെങ്കിൽ നാളെ വല്ല ഫോട്ടോയോ വീഡിയോ പുറത്തു വരുമ്പോഴേ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയൂ. എന്തായാലും ഈ വിഷയത്തിന് പരിഹാരം കാണാതെ പറ്റില്ല സൂര്യ. അല്ല, ഭാനുവിനോടൊന്ന് സംസാരിക്കണ്ടേ? ഇനി നമ്മളെ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലോ? അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും സൂര്യ? എന്തായാലും ഒരു പരീക്ഷണത്തിന് ഞാനില്ല. ഭാനുവിനും അവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആ വഴി തന്നെ നോക്കാം. ഭാനുവിന് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നില് ഒരു കല്യാണാലോചന വന്നു എന്ന് പറഞ്ഞ ആന്റിക്ക് ഉറപ്പായിട്ട് സംശയം തോന്നും ഭാവന. അല്ലാതെ വേറെ വഴിയില്ലല്ലോ സൂര്യ. തീരെ നിവൃത്തിയില്ലെങ്കിൽ അമ്മയോടെല്ലാം തുറന്നു പറയേണ്ടി വരും. പക്ഷെ അതോടെ അമ്മ ആകെ മാനസികമായിട്ട് തളരും. ചുരുക്കി പറഞ്ഞ അമ്മയുടെ 5 മക്കളിൽ സേതുവേട്ടിന് മാത്രമേ അമ്മയുടെ താല്പര്യം പോലെ അറേഞ്ച്ഡ് മാരേജ് നടന്നിട്ടുള്ളൂ. അത് നേരെ. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ആന്റി നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ സാധ്യത. നമുക്ക് ശ്രമിക്കാം സൂര്യ. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഭാനുവിന്റെയും ജയേഷിന്റെയും കല്യാണം നമുക്ക് നടത്തണം. ഞാൻ എന്തായാലും തന്നോടൊപ്പം തന്നെ കാണും. അതറിയാം സൂര്യ. എന്നും നീ എന്നോടൊപ്പം കാണുള്ളൂന്ന്. ഇന്ന് തന്നെ അമ്മയോട് കാര്യം പറഞ്ഞിട്ട് നാളെ തന്നെ നമുക്ക് പോയി കല്യാണക്കാര്യം പറയാം സൂര്യ. ശരി ഭാവന, എന്നാ നമുക്ക് പോയാലോ? ആ വാ. അവൾ അങ്ങനെ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടും പോകത്തില്ലല്ലോ മായേ. ഞാൻ 2 പേരെയും കണ്ടതാ അമ്മേ. അവരൊന്നും പറഞ്ഞില്ല. ഇനി അങ്കിളിനെ കാണാനോ മറ്റോ പോയതാവും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഭാനു ഇങ്ങ് വാ. ഭാവന ഇന്നലെ നിന്നോട് പോലെ കിടന്നത്. രാവിലെ എണീറ്റ് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നു? ഇല്ലമ്മേ, ഒന്നും പറഞ്ഞില്ല. അല്ല, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഏട്ടാ. ആ എടി മോളെ, ഒരു ക്യാമ്പ് നഷ്ടപ്പെട്ടാൽ ഇനി അടുത്തൊരു അവസരം വരും. അതിന് ഇങ്ങനെ കിടന്ന് മൂടോട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ മുടങ്ങിയ ക്ലാസ് ഒക്കെ കവർ ചെയ്യണ്ടേ? വേണം മായച്ചി. ആദ്യം ഇവളുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. ഇനിയൊരു പ്രശ്നവും ഇല്ല അമ്മേ, അല്ലേടി? ചേച്ചി വന്നു. മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? വേണ്ട ചേച്ചി, ഓക്കെയാ. നിങ്ങളിത് എവിടെ പോയതാ?
അമ്മേ, പെട്ടെന്നൊരാവശ്യം വന്നു. സൂര്യ വിളിച്ചപ്പോൾ ഞാനും കൂടെ പോയി. ഞങ്ങൾ കരുതി നിങ്ങൾ അങ്കിളിനെ കാണാൻ പോയതെന്ന്. നല്ല ചെയ്തോട്ടെ, വളരെ അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വന്നത്. എന്തായാലും പോയ കാര്യം സാധിച്ചു. അതെ, ഇവളുടെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേ? അവൾക്കിനി ഒരു ക്ലാസ് പോലും മിസ്സാക്കാൻ പറ്റൂലെന്നൊക്കെയാ പറയുന്നത്. ഇന്നും കൂടി റെസ്റ്റ് എടുത്തിട്ട് ക്ലാസ്സിന് പോട്ടെ അമ്മേ. സത്യം പറഞ്ഞ 2 ദിവസം മുന്നേ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വരാനിരുന്നതാ. അപ്പോഴാ ഭാനുവിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്താ കാര്യം? അതിപ്പോ പറയേണ്ട ഭാവന, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. എന്താ സൂര്യ സസ്പെൻസ് ഇടാതെ കാര്യം പറ. വേറൊന്നുമല്ല ചെയ്തോട്ടെ, ഭാനുവിനൊരു കല്യാണാലോചന. അമ്മേ, അതെ, ഞങ്ങളുടെ അടുത്ത് ഈ ബന്ധം വന്നിട്ട് കുറച്ച് ദിവസമായി. ആ സുനിലിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പറയാന്ന് കരുതി. നീ എന്തോ തമാശ പറയുവാണോ? അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണ്ടെന്നോ? എന്താണെങ്കിലും കൊള്ളാം, അവസാനം നീ തന്നെ ഇത് പറയണം. ഇതുകൊണ്ടാണ് ഞാനിപ്പോ പറയണ്ടെന്ന് പറഞ്ഞത്. പറഞ്ഞതിൽ ഇപ്പൊ എന്താ സൂര്യ തെറ്റ്? ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ആലോചന? മതി മായേ, വെറുതെ ഈ കാര്യം സംസാരിക്കണ്ട. തൽക്കാലം അവളുടെ കല്യാണം നടത്തുന്നില്ല, പോയിന് വിടണം. നിന്റെ ആഗ്രഹപ്രകാരം ആദ്യം അവളൊരു ഡോക്ടർ ആവട്ടെ. കണ്ടോ, അവക്ക് തന്നെ നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മേ, നാളെ തന്നെ അവളുടെ കല്യാണം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നൊരു ഫാമിലി എന്നാ പയ്യൻ. അതേത് ഫാമിലി? ഞാനും കൂടെ അറിയട്ടെ. അമ്മേ, അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഫാമിലി ഏതാണെന്ന് പറയാം. എന്നാ ഓക്കെ അല്ല? ആന്റി, പയ്യനും ഡോക്ടറാണ്. ആ, ഡോക്ടറോ? അതെ ചെയ്തോട്ടാ. ഒരു ഡോക്ടറെ കിട്ടുന്നത് ഭാഗ്യമല്ലേ? എന്നാ പിന്നെ ആലോചിച്ച് നോക്കിക്കൂടെ അമ്മേ? മതി. ഇതിപ്പോ നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞു എന്റെ ഭാനുവിന്റെ ഡോക്ടർ മോഹം അവസാനിപ്പിക്കുവോ? മതി. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും അവളുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം. മക്കളെ, തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. അമ്മേ, പോവെണ്ണേ അവിടുന്ന്. അവക്ക് എന്തോന്ന് മിണ്ടായിരിക്കും അവിടെ. ചെയ്തോട്ടാ, ഒന്ന് വന്നേ. എന്റെ ഭാവന, ഞാനിത് വിട്ടു. ഇനി നീയായി അമ്മയായി. മയിച്ചെങ്കിലും ഒന്ന് പറ. ഇതിൽ ഞാൻ ആളല്ല ഭാവന. ഏറ്റില്ല. സൂര്യ ചെല്ല്. ഞാൻ അച്ഛനോടൊന്നും മനസ്സൊരുക്കി പ്രാർത്ഥിക്കട്ടെ. എനിക്കറിയാം അച്ഛൻ എന്നെ കൈവിടില്ല. അച്ഛാ, ഒരുപക്ഷെ ഇതൊക്കെ ദൈവനിയോഗമാവാം. ഭാനുവിന്റെ മുറച്ചെറുക്കന്റെ മുന്നിലേക്ക് തന്നെ ഭാനുവിനെ എത്തിച്ചത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അച്ഛാ. മാമനോട് അമ്മയുടെ മനസ്സിലുള്ള വിരോധവും ദേഷ്യവും മാറ്റി അച്ഛൻ തന്നെ ഇതിനൊരു വഴി കണ്ടെത്തി തരണം. ഇല്ലെങ്കിൽ ഭാനുവിന്റെ ഭാവിയെ തന്നെ അത് ബാധിക്കും അച്ഛാ. ഞങ്ങളെ ഒന്ന് രക്ഷിക്കച്ചാ.